കുത്തരി രാത്രി വെള്ളത്തിലിട്ടു. 8 മണിക്കൂർ കഴിഞ്ഞു. കുതിർത്ത് വാരി മിക്സിയിൽ അടിച്ചെടുക്കുന്നു. നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം 2.5 ഗ്ലാസ് അരി ഉണ്ടായത്. ഇതെല്ലാം പൊടിച്ചെടുക്കുക. പുട്ടുണ്ടാക്കാം. പുട്ടിന് കൂട്ടാൻ കടല അരിപ്പൊടി ഒരു സെറ്റുണ്ടാക്കി. 2.5 ഗ്ലാസ് അരി പൊടിച്ചിട്ടുണ്ട്. 3 പേർക്കുള്ള പുട്ടുണ്ടാക്കാൻ എടുത്തിട്ട് ബാക്കി കുറച്ച് മാറ്റി വെക്കാം. ഇത്രയും വേണ്ട, കുറച്ച് നാളത്തേക്ക് വെച്ചേക്കാം. പൊടി നന്നായിട്ട് പൊടിഞ്ഞിട്ട് അരിപ്പൊടി നന്നായിട്ടുണ്ട്. ഇത്രയും പൊടി ഇന്നത്തേക്ക്, ഇത്രയും വേറെ ദിവസത്തേക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഈ പുട്ടിൻ്റെ പൊടിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട്. ഈ പൊടി വറക്കുന്നില്ല, കുതിർത്ത് പൊടിച്ചെടുത്തതേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നനയ്ക്കാനായിട്ട് നനവാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത്. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ എന്നിട്ട് പൊടിച്ചെടുത്ത കുത്തരിയാണ്. റേഷൻ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന കുത്തരിയാണ്. ഇത് പുട്ട് പുഴുങ്ങാനായിട്ട് തേങ്ങ ചിരണ്ടി എടുത്ത് ഇട്ട് വെക്കാം. ഇറക്കാനുള്ള കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പുട്ട് പുഴുങ്ങാനുള്ള പുട്ടുകൂടെ അടുപ്പത്ത് വെള്ളം വെച്ചു. പുട്ട് കുറ്റി എടുത്തിട്ട് പുട്ട് നിറയ്ക്കാം. അരിപ്പൊടിയും തേങ്ങയും ഇട്ട് നിറയ്ക്കുന്നു. ഫില്ലിംഗ് ദിസ് പുട്ടുകുറ്റി വിത്ത് കോക്കനട്ട് ആൻഡ് റൈസ് പൗഡർ. അരിപ്പൊടിയും തേങ്ങയും മാറിയിട്ട് പുട്ടുകുറ്റിയിൽ നിറയ്ക്കുന്നു. Powder after coconut, like that, filling this cylinder of പുട്ട്. പുട്ടുകുറ്റി നിറച്ചത് അടുപ്പത്ത് for 5 minutes. പുട്ടിന് കൂട്ടാൻ കടലക്കറി ഉണ്ടാക്കാൻ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് സവോള, വെളുത്തുള്ളി, കറിവേപ്പില കുറ്റിയിലായി എണ്ണ ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഈ കുറ്റിയിൽ പുട്ട് മാറ്റിയിട്ട് വേറെ അടുത്ത പുട്ട് വെക്കാം. സവോള, വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുന്നു. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പിടുന്നു. എല്ലാം ഉപ്പിട്ട് ഒഴിച്ചാണ്. അപ്പോൾ ഇതിന് മാത്രം ഉപ്പിട്ടാൽ മതി, സവോളയ്ക്ക് മാത്രം. റെഡ് ചില്ലി, കാശ്മീർ ചില്ലി, ഗരം മസാല, മല്ലിപ്പൊടി, കൊറിയാണ്ടർ, ചില്ലി പൗഡേഴ്സ്, ഗരം മസാല, ടർമറിക്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് മൂപ്പിച്ച്. കടല പുഴുങ്ങി വെച്ചിരിക്കുന്ന ചൂടാറി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യും. കടല ഉപ്പിട്ട് ഒഴുകിയെടുത്ത് അരപ്പിലേക്ക് ചേർക്കും. അരപ്പ് മൂപ്പിച്ച് ചേർക്കുന്നു. ചാറിന് കൊഴുപ്പില്ല. കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ ഒഴിക്കുക. പാൽപ്പൊടികൾ ഉപയോഗിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. കോക്കനട്ട് മിൽക്ക് ഓർ മിൽക്ക്. മിക്സിങ് ആൻഡ് മേക്കിംഗ് ഇറ്റ് മോർ സ്ട്രോങ്. കറി ഗ്രേവി തിക്ക്. ദിസ് ഈസ് നൗ ഡയലൂട്ട്. തിന്നുണ്ട്. കുറച്ച് പാൽപ്പൊടി ചേർത്ത് ഇത് തിക്കാകാം. 2 സ്പൂൺ പാൽപ്പൊടി വെള്ളം ഒഴിച്ച് കലക്കി. വെള്ളക്കറി തിളച്ചു. കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പാലൊഴിക്കുന്നു. കളറ് മാറി. കടലക്കറി ഒരു വൈറ്റ്.
കഴുകി ഒഴിച്ചു. തേങ്ങാപ്പാൽ പൗഡർ ചേർക്കാം. ഇപ്പോൾ കറി റെഡിയായി. പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഈ പുട്ട് മാറ്റാൻ കറി റെഡി. Now the curry looks nice. Oil come on top. എണ്ണയൊക്കെ തെളിഞ്ഞു. ഈ പുട്ട് റെഡിയായി. അടുത്ത കുറ്റി അടുപ്പത്ത് വെച്ചു. ബാക്കി ഇത്രയും പൗഡറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. കടലക്കറി, കുട്ടി ബ്രെഡ്, പുട്ടും കടലക്കറി. ചക്കക്കുരു ചാറ്, ചക്കക്കുരു തോരൻ, ചക്കക്കുരു തോരൻ, ചക്കക്കുരു ചാറ്.